ഹേ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് 2 കൊറിയർ അൺബോക്സ് ചെയ്യാനുണ്ട്. രണ്ടും എനിക്ക് വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. രണ്ടും സെയിം ടൈമിലാണ് വന്നതും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഓപ്പൺ ആക്കുന്നത്. കാരണം ഇത് രണ്ടും റൂം മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള തിങ്സാണ്. ഫസ്റ്റ് കൊറിയർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പിൻട്രസ്റ്റ് മിററാണ്. ഞാൻ കുറേ ദിവസമായി കാർട്ടിലിട്ട് വെച്ചിട്ട് ഫൈനലി ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. നല്ല രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ നല്ല പിൻട്രസ്റ്റ് ലുക്ക് ഉണ്ട്. പിന്നെന്താ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും സൈസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പൈസക്കുള്ള ക്വാളിറ്റി നല്ലോണം ഉണ്ട്. പിന്നെ കുറച്ച് നേരം ഈ ഒരു മിററിൻ്റെ മൊഞ്ച് ആസ്വദിച്ച് അവിടെ എങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ നേരെ അടുത്ത കൊറിയർ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയി. ഇതും നല്ല അടിപൊളി പിൻട്രസ്റ്റ് ബെഡ്ഷീറ്റാണ്. ആ ഒരു പൈസക്കുള്ള ക്വാളിറ്റിയിലാണ് വന്നതും. ആ ഒരു പിക്കിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് കാണാൻ. ഈ ഒരു ബെഡ്ഷീറ്റ് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റ് വന്നപ്പം പഴയതൊക്കെ മാറ്റി നമ്മൾ ഇത് വിരിക്കാൻ പോവാണ്. അപ്പോൾ ഇത് വിരിച്ചപ്പം ബെഡിനൊക്കെ നല്ലൊരു മാറ്റം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു പിൻട്രസ്റ്റി ലുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ബെഡ് മാത്രമല്ല കേട്ടോ, ആ ഒരു റൂം മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ ഉണ്ടായിരുന്നു. ആ ഒരു മിററും പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അവൽ ഷേക്ക്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിന് വേണ്ട ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊരിയവലും കടലയും പിന്നെ കുറച്ച് ചെറീസും ആപ്പിളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീമും വേണം കേട്ടോ, എന്നാലാണ് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ ഷേക്ക്. ഈ ഒരു അവൽ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും. ഞാനിത് കുറച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടും കുറച്ച് കസിൻസും കൂടെ ആയിട്ട് ബീച്ചിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു നേരത്തെ ഇറങ്ങണമെന്നായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷെ അത് നടന്നിട്ടില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കസിൻസൊക്കെ ആയിട്ട് പോകുമ്പം പാട്ടൊക്കെ ഇട്ട് നമ്മൾ വൈബ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു ഷോർട്ട് കുർത്തിയാണ്. അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള കസിനും കൂടെ അവിടെ എത്തിയോടെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് എടുത്തത്. ഞങ്ങളൊരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. പിന്നെ കുട്ടികൾ അവിടെ പോയിട്ട് കളിക്കുകയാണ് ചെയ്തത്. സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ ഇറങ്ങി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ പാൻറ്റിലൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ നമ്മൾ കുറേ അന്നത്തെ ദിവസം എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പം ഒരു രാത്രി ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു നൂഡിൽസ് കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സ്. അപ്പം ഞാനെങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കലെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കുറച്ച് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കും. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടും. അതൊന്ന് വാടി വരുന്ന ടൈമിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നൂഡിൽസും അതിൻ്റെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ മസാല, അതും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ എൻ്റെ വക കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം ടേസ്റ്റ് കുറച്ചുകൂടി കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഞാനെപ്പോഴും ഈ ഒരു ടൈപ്പാണ് ഉണ്ടാക്കൽ. എനിക്കെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം.
അപ്പം എനിക്ക് വെജിറ്റബിൾസ് മസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കുമ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ പഠിക്കുന്നതിനോടൊപ്പം ഇതും കൂടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം പഠിക്കാനിരിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.